നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സമരം ചെയ്യും പ്രസ്ഥാനം NGOA സിന്ദാബാദ്, NGOA സിന്ദാബാദ്, NGOA സിന്ദാബാദ്, NGOA സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. വിദ്യാർത്ഥികളുടെ പഴയ സമയക്രമം പുനഃസ്ഥാപിക്കുക. വിദ്യാർത്ഥികളുടെ പഴയ ജീവനക്കാരുടെ സമയക്രമം കൂട്ടിയത് പുനഃപരിശോധിക്കുക. ജീവനക്കാരുടെ സമയക്രമം കൂട്ടിയത് പുനഃപരിശോധിക്കുക. ഗവൺമെന്റ് ITIകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന വിവാദ ഉത്തരവ് പിൻവലിക്കണം. NGO അസോസിയേഷൻ മലമ്പുഴ. കേരളത്തിലെ ഗവൺമെന്റ് ITIകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതും ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിമുട്ടിക്കുന്നതുമായ വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി NGO അസോസിയേഷൻ കേരള മുന്നോട്ട് പോകുമെന്നും ജില്ലാ പ്രസിഡന്റ് N. ജോയി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലമ്പുഴ ITIക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഉത്തരവുകൾ മാത്രമാണ് ഇറങ്ങുന്നതെന്നും ITIയിലെ ഇൻസ്ട്രക്ടർമാരുടെ പ്രവർത്തന സമയം കൂടിയ നടപടികൾ ഉടൻ പിൻവലിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് N. ജോയി പറഞ്ഞു. തസ്തികകൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും അവസാനിപ്പിക്കണമെന്നും അശാസ്ത്രീയമായ പുനർവിന്യാസം ജീവനക്കാർക്ക് നൽകുവാനുള്ള ആനുകൂല്യങ്ങൾ ഉടൻ നൽകണമെന്നും 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് പ്രസിഡന്റ് T. തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി A. ഗോപിദാസ് കാര്യവിശദീകരണം നടത്തി. ബ്രാഞ്ച് സെക്രട്ടറി S. സുദേശ്, മനോജ്, ഉദയകുമാർ, അനൂപ്, സതീഷ്, റീന, രാജു എന്നിവർ സംസാരിച്ചു. അധികാരത്തിലേറിയിട്ട് 8.5 വർഷം പൂർത്തിയാകുന്നു. ഇവിടെ എല്ലാ ജീവനക്കാരെയും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ITIയിലെ ഇൻസ്ട്രക്ടർമാർക്കും ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ 20 മിനിറ്റ് എന്തുകൊണ്ടാണ് ശനിയാഴ്ച നമ്മൾ അവധി ദിനമാക്കിയത്? വിദ്യാർത്ഥികൾക്ക് അധികാലത്ത് 7:30 മണിക്ക് ഷിഫ്റ്റ് തുടങ്ങുമ്പോൾ, 7:30 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അധികാലത്ത് രാവിലെ ഓഫീസിൽ സ്കൂളിലേക്ക് ITIകളിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രയാസം. അത് കഴിഞ്ഞ് ഈ രണ്ടാമത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് 5:30 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ അവരുടെ വീടുകൾ, വിദൂര സ്ഥലങ്ങളുള്ള വീടുകളിലെത്തുവാനുള്ള പ്രയാസം. അപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യക്ഷമത കുറയുന്നു. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർമാർക്കും അവരുടെ കുടുംബകാര്യങ്ങളും അതുപോലെ തന്നെ അതിരാവിലെ ഇങ്ങോട്ട് എത്തിച്ചേരുവാനും വളരെ വൈകി വീടുകളിൽ എത്തിച്ചേരുവാനും അവരുടെ സ്വകാര്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതെല്ലാം ഒഴിവാക്കണം എന്നുള്ള നയത്തിലാണ് ശനിയാഴ്ച അവധി ദിനമാക്കണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവിടെ കൂനിൽ മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ശനിയാഴ്ച അവധി ദിനമാക്കിയെങ്കിലും എല്ലാ ദിവസങ്ങളിലും 20 മിനിറ്റ് വെച്ച് പ്രവൃത്തി സമയം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു വിചിത്രമായ നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വേറൊരു വിഷയം കൂടി അവർ എഴുതിച്ചേർത്തു. മുൻകാലങ്ങളിൽ 1600 മണിക്കൂർ ട്രെയിനിങ് വേണ്ടിയിരുന്ന സന്ദർഭത്തിൽ അന്ന് സിലബസിൽ ഒട്ടനവധി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിഷയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ കാലഹരണപ്പെട്ട സിലബസ് എല്ലാം തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ആ ട്രെയിനിങ് കൊടുക്കുവാനും അവരുടെ ഓഫ്ലൈൻ ട്രെയിനിങ്ങും അതുപോലെ തന്നെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം ചെയ്യുവാൻ 1200 മണിക്കൂർ തന്നെ അധികമാണെന്നിരിക്കെ സർക്കാർ 1200 മണിക്കൂർ പ്രവൃത്തി ദിനമാക്കി കുറച്ചു എന്നിരുന്നെങ്കിലും